സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കാണുന്നത് കാനറി മെലൺ എന്ന് പറഞ്ഞ സംഭവമാണ്. അപ്പൊ നമ്മുടെ ഈ ഈ വാട്ടർ മെലൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതിന്റെ ഫാമിലിപ്പെട്ടതാണ്. ഇപ്പൊ മെലൺ എന്ന് പറഞ്ഞ ഫ്രൂട്ട്സ് ഓഫ് കുക്കുർബിറ്റാസിയൈ ഫാമിലി എന്നാണ് പറയണത്. അപ്പൊ ആ ഫാമിലിയിൽ വരുന്നതിന് എല്ലാത്തിനും മെലൺ എന്ന് പറയുന്നത്. എക്സാമ്പിള് തണ്ണിമത്തനാണ്. പിന്നെ ഇത് ഗുഡ് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി ആണ്. പിന്നെ ഗുഡ് സോഴ്സ് ഓഫ് പൊട്ടാഷ്യം, പിന്നെ വൈറ്റമിൻ എ, പിന്നെ ഫൈബർ, പിന്നെ വാട്ടർ കണ്ടന്റ് ആണ് 90%. പിന്നെ ഇത് കാനറി മെലൺ എന്ന് പറയുന്നത് വൈബ്രന്റ് കളർ ഓഫ് കാനറി ബേർഡ്. കാനറി ബേർഡ് എന്ന് ബേർഡ് ഉണ്ട്, മറ്റേ ഈ ലവ് ബേർഡ്സിൽ ഫുൾ മഞ്ഞ കളറുള്ള ആ ടൈപ്പിലുള്ള ഒരു ബേർഡാണ് കാനറി ബേർഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ കളറായിട്ട് സിമിലർ ആയതുകൊണ്ടാണ് കാനറി മെലൺ എന്ന് പറയുന്നത്. ഇത് അത്ര ഫ്രഷ് അല്ല, കുറച്ച് കളർ പോയിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇതിന്റെ ടേസ്റ്റ് പറയണത് ടേസ്റ്റ് ഓഫ് ഹണി ഡ്യൂ മെലൺ പ്ലസ് കണ്ടലോപ്പ്. രണ്ടിന്റെ കൂടിയ ടേസ്റ്റ് ആണ്. കണ്ടലോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷമാമാണ്. ഇങ്ങനെയാണ് ടേസ്റ്റ് ആണെന്നാണ് പറയണത്. ഇനി നമുക്കൊന്ന് മുറിച്ച് കഴിച്ചു നോക്കാം, അപ്പൊ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മള് ഷമാം ഫ്രൂട്ട്, ഷമാമല്ല കാനറി മെലൺ കട്ട് ചെയ്തത്. അപ്പൊ ഇത് അകത്തൊക്കെ ഏതാണ്ട് ഷമാം പോലെയൊക്കെ തന്നെയാണ്, വലിയൊരു ഷമാം എന്ന് വേണമെങ്കിൽ പറയാം. ടേസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. ഷമാമിന്റെ പോലെയൊക്കെ ഉണ്ട്, എന്നാൽ ഷമാമിന്റെ ടേസ്റ്റ് അല്ല. ഷമാമും മലയാളിക്ക് മനസ്സിലായ ടേസ്റ്റ് എന്ന് പറയുന്നത് ഷമാമും തണ്ണിമത്തനും കൂടിയുള്ള ഒരു ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അതേപോലത്തെ ഒരു ടേസ്റ്റാണ്. ഇത് കൂടുതലും സെൻട്രൽ ഏഷ്യ, പേർഷ്യ, ഇറാൻ, പിന്നെ മെഡിറ്ററേനിയൻ റീജിയൻ, സ്പെയിനിന്റെ താഴത്തെ വശങ്ങൾ, സെൻട്രൽ ഏഷ്യ അവിടെയൊക്കെയാണ് ഉണ്ടാകുന്നതാണ്. നമ്മുടെ നാട്ടിലും ക്ലൈമറ്റിൽ വളരും. നമ്മുടെ നാട്ടിൽ അത് പ്രചാരത്തിലാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്.